കണ്ണൂർ കായലോട യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സദാചാര ഗുണ്ട ആക്രമണം നടന്നതിന്റെ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളുമാണ് പോലീസിന് ലഭിച്ചത്. അറസ്റ്റിലായ SDPI പ്രവർത്തകരുടെ സംഘത്തിലുണ്ടായിരുന്ന കൂടുതൽ പേരുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു. 3 ബൈക്കുകളിലായി എത്തിയ 6 അംഗ സംഘമാണ് ആദ്യം യുവതിയെയും സുഹൃത്തായ യുവാവിനെയും ആൾക്കൂട്ട വിചാരണ നടത്തിയത്. പിന്നീട് യുവാവിനെ അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി 5 മണിക്കൂർ നേരത്തോളം തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മൊബൈൽ ഫോണും ടാബും പിടിച്ചു വാങ്ങി. തുടർന്ന് SDPI ഓഫീസിലെത്തിച്ചു. ജീവനൊടുക്കിയ റസീനയുടെയും യുവാവിന്റെയും ബന്ധുക്കളെ ഇവിടേക്ക് വിളിച്ചുവരുത്തി ഇവരുടെ മുൻപിൽ വച്ചും വിചാരണ തുടർന്നു. ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതികൾ ഭീഷണിപ്പെടുത്തിയതായും 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും ലഭിച്ച വിവരങ്ങൾക്കൊപ്പം കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് പ്രതികളായ 3 SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്നും യുവാവിന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും സദാചാര ഗുണ്ട ആക്രമണം നടന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. സംഘത്തിലുണ്ടായിരുന്ന കൂടുതൽ പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റും ഉടനുണ്ടായേക്കും. കൈരളി ന്യൂസ്, കണ്ണൂർ.